പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതം പുരാണമുനിന മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീമഷ്ടാദശാധ്യായിനീം അംബത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീം. പ്രിയമുള്ള പ്രേക്ഷകരെ, ഞാനിന്ന് ഭഗവത്ഗീതയിലെ ആദ്യത്തെ ആ വന്ദന ശ്ലോകമാണ് നിങ്ങളുടെ മുന്നിൽ ചൊല്ലിയത്. എന്തിനാണ് ചൊല്ലിയത്? നാം ഇവിടെ ചർച്ച ചെയ്യുന്നു നിങ്ങളുടെ വാരഫലം. ഈ വാരഫലത്തിൽ ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് 2025 ഡിസംബർ 1-ാം തീയതി മുതൽ 7-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. അതായത് 1201 വൃശ്ചികമാസം 15-ാം തീയതി മുതൽ 21-ാം തീയതി വരെയുള്ള ശുഭാശുഭ ഫലങ്ങളാണ്. ഇന്നത്തെ ഈ വാരത്തിലെ ഏറ്റവും മികച്ച ഒരു പ്രത്യേകതകളുണ്ട് ഈ വാരത്തിന്. ഒന്നെന്താണ്? ഭഗവത്ഗീതാ ദിനമാണ്. ഡിസംബർ 1-ാം തീയതി ഭഗവത്ഗീതാ ദിനത്തിൻ്റെ ആരംഭമാണ്. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ക്ലേശങ്ങളൊക്കെ മാറിപ്പോകാനുള്ള ഒരു കരുത്തും ക്ഷേമുഷിയും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങേറ്റം വിഷാദഭക്തനായ യുദ്ധത്തിന് തയ്യാറായ മഹാസാരഥിയായ അർജുനൻ തൻ്റെ ബാന്ധവന്മാരെ കണ്ട്, തൻ്റെ മുത്തശ്ശന്മാരെ കണ്ട്, തൻ്റെ പിതാക്കളെ കണ്ട് തേർതടിൽ തളർന്നിരിക്കുകയാണ്. ആ സമയത്ത് കൃഷ്ണൻ കൊടുത്ത ഒരു ഒറ്റമൂലിയാണ്, ഔഷധമാണ് ഭഗവത്ഗീത. അവിടെ നിന്നാണ് അദ്ദേഹം ഉയർത്തെഴുന്നേൽക്കുന്നത്. യുദ്ധത്തിൽ മുത്തച്ഛനില്ല, പിതാവില്ല, സഹോദരങ്ങളില്ല എന്ന് വളരെയധികം കഷ്ടപ്പെട്ടു കൃഷ്ണൻ സമർത്ഥിക്കുവാൻ വേണ്ടി. അതാണ് ഭഗവത്ഗീത. അതിനാൽ നാളത്തെ ദിനം, ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുപ്രധാനമായ ദിനമാണ് നാളെ. മറ്റൊരു പ്രധാനപ്പെട്ട ദിനം നാളെ ഗുരുവായൂർ ഏകാദശിയാണ്. ഗുരുവായൂർ ഏകാദശി, വൃശ്ചിക മാസത്തിലെ ഏകാദശി ഭക്തർ അങ്ങേയറ്റം ഭക്തിയോടുകൂടി ആചരിച്ചു വരുന്നു. ഏകാദശി വ്രതമെടുക്കുന്നു, ഗുരുവായൂരപ്പനെ നമസ്കരിക്കുന്നു, ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം, സാക്ഷാൽ കൃഷ്ണൻ്റെ അനുഗ്രഹം നേടിയെടുക്കുന്ന ദിനമാണ്. അതിനാൽ വളരെയധികം വിശേഷതകളുള്ള ഈ വാരത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സുസ്വാഗതം. ഇന്ന് മേടൻ രാശിയിൽ ഗ്രഹങ്ങളൊന്നുമില്ല. ഇടവത്തിലില്ല, മിഥുനത്തിലില്ല, കർക്കിടകത്തിൽ വ്യാഴമുണ്ട്, ചിങ്ങത്തിൽ കേതു, കന്നിയിൽ ഗ്രഹങ്ങളില്ല, തുലാത്തിൽ ബുധനാണ്, 8-ാം ഭാവത്തിൽ വൃശ്ചികത്തിൽ സൂര്യൻ, ചൊവ്വ, ശുക്രൻ, 11-ാം ഭാവത്തിൽ കുംഭത്തിൽ രാഹു, 12-ാം ഭാവത്തിൽ ശനി, ചന്ദ്രൻ. ഇപ്രകാരമാകുന്നു ഗ്രഹസ്ഥിതി. ഇവിടെ 2 ഗ്രഹങ്ങൾക്ക് മൗഢ്യമുണ്ട്. ചൊവ്വയ്ക്കും ശുക്രനും മൗഢ്യം കൊടുത്തു സൂര്യൻ. വ്യാഴത്തിന് വക്രിയുമാണ്. അതിനാൽ നാം ചർച്ച ചെയ്യണം സജീവമായി എന്തൊക്കെയാണ് ഈ വാരത്തെ ശുഭാശുഭ ഫലങ്ങളെന്ന് വിഷയം. കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 45 നാഴിക, രോഹിണി മകീര നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 30 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ ഇടവൻ രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല. 3-ാം ഭാവത്തിൽ വ്യാഴമാണ്, 4-ാം ഭാവത്തിൽ കേതു, 6-ാം ഭാവത്തിൽ ബുധൻ, 7-ാം ഭാവത്തിൽ സൂര്യൻ, ശുക്രൻ, ചൊവ്വ, 10-ാം ഭാവത്തിൽ രാഹു, 11-ൽ ചന്ദ്രനും ശനിയും സ്ഥിതി ചെയ്യുന്നു. ഇവിടെ ഇടവൻ രാശിക്കാർക്ക് ശുക്രൻ ഭാവത്തിലേക്ക് നോക്കുന്നുണ്ട്. ഏത് ഭാവത്തിലേക്കും ഭാവാധിപൻ്റെ ദൃഷ്ടി വന്നാൽ ആ ഭാവത്തിന് ബലമുണ്ടാകും. അതിനാൽ ഇടവൻ രാശിക്ക് പ്രായണ ബലമുണ്ട്. പക്ഷേ ഇവിടെ 7-ാം ഭാവത്തിൽ 3 ഗ്രഹങ്ങൾ നിൽക്കുന്നു. ശുക്രനും ചൊവ്വയും സൂര്യനുമാണ്. പലപ്പോഴും ഭാര്യയ്ക്കും അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പരിഭവം ധാരാളം കൊടുക്കേണ്ടുന്ന സമയമാണ്. പലപ്പോഴും ചില സ്നേഹബന്ധങ്ങളിലൊക്കെ ബുദ്ധിയില്ലാതെ, ആലോചിക്കാതെ എടുത്തു ചാടി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. ഇവിടെ ബുധൻ നിൽക്കുന്നത് 6-ലാണ്. കൗശലക്കാരനായ ബുദ്ധിമതിയാഗ്രഹം ദുർബലമായി 6-ൽ നിൽക്കുന്നു. അതിനാൽ പലപ്പോഴും എടുക്കുന്ന തീരുമാനങ്ങൾ ധനപരമായ തീരുമാനമായാലും ബുദ്ധിപരമായ തീരുമാനങ്ങളായാലും പാളിച്ചകൾ ധാരാളം സംഭവിച്ചേക്കാം. ശ്രദ്ധിക്കണം. ഇവിടെ മന്ത്രപതിയായ ഗ്രഹമാണ് ബുധൻ. നിർബന്ധമായും ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ വഴിപാടുകൾ ചെയ്യണം. ഓം ലക്ഷ്മി നരസിംഹ മൂർത്തയെ നമഃ എന്ന പ്രാർത്ഥന. അതിനുമപ്പുറം പാനകം, തുളസിമാല, ഭാഗ്യസൂക്താർച്ചന വഴിപാടായി സമർപ്പിക്കണം ലക്ഷ്മി നരസിംഹസ്വാമി ക്ഷേത്രത്തിൽ. ചെറിയ ചെറിയ ക്ലേശങ്ങളൊക്കെ മാറട്ടെ. അപ്രകാരം തന്നെ സന്താന വിഷയത്തിൽ ബുദ്ധിമുട്ടുകൾ വരിക, സ്ത്രീകൾക്ക് അബോർഷൻ ഉണ്ടാവുക, അല്ലെങ്കിൽ ഉള്ള സന്താനങ്ങൾക്ക് രോഗാദി അരിഷ്ടതകൾ വരിക, മക്കളുടെ പേരിലും 11 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ പേരിൽ കർഗഹോമവും, 11 വയസ്സിന് മുകളിലാണെങ്കിൽ മൃത്യുഞ്ജയ പൂജയോ ഹോമമോ പുഷ്പാഞ്ജലിയോ ചെയ്യുക. ഇവിടെ 7-ൽ ശുക്രനാണ്.
പ്രിയ കലഹ അസ്തകതേ സുരദേപ്സു. 7 ശുക്രൻ വരുമ്പോൾ തന്നെ പ്രിയമായിട്ട് കലഹിക്കും. 7ാം ഭാവത്തിൽ നിൽക്കുന്നു സുരദേപ്സു. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് സ്ത്രീ വിഷയത്തിലൊക്കെ വളരെ ശ്രദ്ധ പാലിക്കണം. മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ, ലൈംഗിക രോഗങ്ങൾ ഇതൊക്കെ ബുദ്ധിമുട്ടിക്കുന്ന വാരമാണ്. അതിനാൽ ആ വക വിഷയങ്ങളിലൊക്കെ തന്നെ ഡോക്ടറെ കാണുക. പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡുമായി ബന്ധപ്പെടുന്ന പ്രയാസങ്ങൾ, സ്ത്രീയെ സംബന്ധിച്ചോളം ഫൈബ്രോയിഡ് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ വരും. മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ, അല്ലെങ്കിൽ മൂത്രത്തിൽ കല്ല്, മൂത്രത്തിൽ പഴുപ്പ്, PCOD സംബന്ധിച്ച ബുദ്ധിമുട്ടുകളൊക്കെ വരാം. തന്നെ വിലപ്പെട്ട ഡോക്യുമെൻറ്റ്സ് ഇതൊക്കെ അവിടെയും ഇവിടെയും വെച്ച് മറന്നു പോവുക, എന്നിട്ട് അതിൻ്റെ പേരിൽ മാനസിക സംഘർഷങ്ങളും കൂടി അനുഭവിക്കുന്ന വാരമാണ്. സഹോദര ഗുണം നന്നായിട്ടുണ്ടാകും. സഹോദരങ്ങളുടെ മക്കളുടെ വിവാഹം അല്ലെങ്കിൽ സഹോദരങ്ങളുടെ വിവാഹ വിഷയങ്ങളിൽ തനിക്ക് പങ്കെടുക്കുവാനുള്ള ഭാഗ്യമുണ്ട്. ഇവിടെ സാഹോദര്യ വിഷയം വളരെ നന്നായിട്ട് അനുഭവിക്കുന്ന വാരമാണ്. കർമ്മമേഖലയിൽ വലിയ പ്രതിസന്ധികളൊന്നും തന്നെ കാണുന്നില്ല. ഈ വാരം നന്നായി ഞാൻ മേൽച്ചൊല്ലിയ നരസിംഹസ്വാമി ക്ഷേത്രത്തിലുള്ള പരിഹാരങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് നീങ്ങുക. ദൈവാധീനം കാണുന്നുണ്ട്. നന്ദി, നമസ്തേ.